പാരിപ്പള്ളി വവ്വാക്കുന്നിലെ ലക്ഷ്മിനാരായണ ക്ഷേത്രത്തിൽ കൊടിമര ശിലാസ്ഥാപനം നടത്തി. ആയിരക്കണക്കിന് ഭക്തജനങ്ങളുടെ ആശ്രയവും ഉത്തിഷ്ടകാര്യ ഫലപ്രാപ്തിയും നൽകുന്ന വവ്വാക്കുന്നിലെ ലക്ഷ്മിനാരായണ ക്ഷേത്രം ഇതിനോടകം തന്നെ ലോക ശ്രദ്ധ നേടിക്കഴിഞ്ഞു. ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ ഭക്തജനങ്ങളുടെ അകമ്പടിയോടെ ലക്ഷ്മിനാരായണ മന്ത്രങ്ങളിൽ മുഖരിതമായ ചടങ്ങ് ഇന്ന് പകൽ 12-നും 12:45-നും ഇടയിൽ ആധാരശിലയിൽ നിധികുംഭവും നവരത്നങ്ങളും നിക്ഷേപിച്ച് ചടങ്ങ് പൂർത്തീകരിക്കുകയായിരുന്നു. ചിങ്ങം 1-ന് എണ്ണത്തോണിയിൽ മുക്കിയ കൊടിമര ഉരു 6 മാസത്തിനു ശേഷം ജനുവരി 29-ന് കൊടിമര പ്രതിഷ്ഠയും വാഹന പ്രതിഷ്ഠയും നടത്തുമെന്ന് ക്ഷേത്ര ഭാരവാഹികൾ പറഞ്ഞു. ജനുവരി 29 സമൂഹ പൊങ്കാലയോടുകൂടി കൊടിമര പ്രതിഷ്ഠ നടത്തിയാണ്. ജനുവരി 29 12 മണി കഴിയ 12:45 ഉള്ള ശുഭമുഹൂർത്തത്തിൽ കൊടിമര പ്രതിഷ്ഠ നടത്തിയാണ്. ഈ നാടിൻ്റെ നാടിൻ്റെ നാനാഭാഗത്തുള്ള എല്ലാ ഭക്തജനങ്ങളും ഈ പൊങ്കയിലും കൊടിമര പ്രതിഷ്ഠയിലും പങ്കുകൊള്ളണമെന്ന് ഭഗവാൻ ലക്ഷ്മിനാരായണൻ്റെ നാമധേയത്തിൽ അറിയിച്ചുകൊള്ളുന്നു. എത്ര ദിവസത്തെ ഉത്സവമാണ്? ഉത്സവം ജനുവരി 29 തൊട്ട് ഫെബ്രുവരി 6 വരെ അന്നദാനവും ഉത്സവവും വിവിധ പരിപാടികളോടുകൂടിയുള്ള ഉത്സവം എല്ലാ ദിവസവും പരിപാടികളുണ്ട് നടത്തുകയാണ്. എന്നാണ് തീരുന്നതെന്നാണ്? ഫെബ്രുവരി 6. ഫെബ്രുവരി 6-ന് ഘോഷയാത്ര ആറാട്ടെഴുന്നള്ളത്തോടുകൂടി ഫെബ്രുവരി 6-ന് തീരുകയാണ്. മഹാവിഷ്ണുവും മഹാലക്ഷ്മിയും അർദ്ധനാരീശ്വരത്തിലിരിക്കുന്ന ഭൂമിയിലെ തന്നെ ഏക ക്ഷേത്രമാണ് വവ്വാക്കുന്നിലെ ലക്ഷ്മിനാരായണ ക്ഷേത്രം. ഭഗവാന് കൊടിമരം അന്വേഷിച്ച് കേരളക്കരയാകെ നടന്നിട്ടും ലഭ്യമാകാതെ തടസ്സം നേരിട്ടപ്പോൾ ദേവപ്രശ്നം വയ്ക്കുകയും പ്രശ്നത്തിൽ ക്ഷേത്രത്തിൽ തന്നെ വടക്ക് പടിഞ്ഞാറ് മൂലയിൽ സ്ഥിതി ചെയ്യുന്ന തേക്കുമരം കാണിച്ചു തരികയുമായിരുന്നു. തുടർന്ന് തേക്കുമരം ഭഗവാനായി മുറിച്ചെടുക്കാൻ തുനിയവേ ഒരു കൂട്ടം കൃഷ്ണപ്പരുന്തുകൾ വട്ടമിട്ട് പറന്നത് ചടങ്ങ് കൂടുതൽ ഭക്തിസാന്ദ്രമാക്കി. ഭഗവാന് കാവൽ നിൽക്കുന്ന കൃഷ്ണപ്പരുന്തിലൂടെ തന്നെയാണ് ക്ഷേത്രം പുകൾപ്പെട്ടത്. ആദ്യമല്ല, ഞാൻ ഇത് 4ാമത്തെ പ്രാവശ്യം കൂടെ വരുന്നത്. 7 പൂജയും ആയി. പിന്നെ എനിക്ക് വന്നപ്പോൾ കൂടെ അമ്മയെ പറ്റി വന്നതിൻ്റെ അന്നേരം എനിക്ക് നല്ലൊരു ഫീലിംഗ് ആണ് ഉണ്ടായത്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരും, പരുന്തിനെ കാണും. വീട്ടിലിപ്പം മക്കളും ഞാനുമായിട്ടാണെങ്കിലും ചർച്ചകളുണ്ടായിരുന്നു. ഇപ്പം സമാധാനമുണ്ട്. മോള് മിണ്ടൂലായിരുന്നു. എൻ്റെ വീട്ടിൽ തന്നെ ഉണ്ടെങ്കിലും എന്നോട് മിണ്ടൂല. അപൂർവം എന്തെങ്കിലും പറയും. അതിൽ മാറ്റം. ഇപ്പൊ ഞാൻ ഇരിക്കുന്നിടത്ത് വന്നിരുന്ന് അമ്മ എന്ന് വിളിച്ച് സംസാരിക്കും. എനിക്ക് വയ്യാന്ന് കണ്ടാൽ തന്നെ അമ്മയ്ക്ക് വയ്യേ എന്ന് ചോദിക്കാറുണ്ട്. അപ്പൊ ആ ഒരു സമാധാനം എനിക്കുണ്ട്. അപ്പൊ ആ ഒരു 2 മക്കളും കൂടെ എൻ്റെ അടുത്ത് വന്ന് എന്നെ കാണുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, എൻ്റെ അസുഖത്തെ പറ്റി തിരക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. നല്ല വീട്ടിൽ ചെന്ന് കയറുമ്പോഴേ അല്ലെങ്കിൽ എപ്പോഴും ഞാൻ ആലോചനയും എനിക്ക് വിഷമവും എല്ലാം ആയിരുന്നു. സുഖമില്ലാത്ത കുടുംബമാണ്. അപ്പൊ അങ്ങനെ ആയിരുന്നു. ഇപ്പൊ എനിക്ക് ആ ഒരു ആലോചന ഇല്ല. എന്റെ കട എങ്ങനെ തീരും എന്നുള്ള ഒരു ചിന്ത എനിക്കില്ല. എനിക്ക് നല്ല സന്തോഷം. ഏറ്റവും സന്തോഷം കുടുംബത്തിലൊരു അത്രയും നല്ല മനസ്സമാധാനം ഈ അമ്മയുടെ ലക്ഷ്മിനാരായണ ക്ഷേത്രത്തില് ഫേസ്ബുക്ക് മുഖേനയാണ് ഞാൻ ഇവിടെ വന്നതും. ഞാൻ വിളിച്ച് വേറെ എവിടെയോ ആണ് എനിക്ക് അറിഞ്ഞുകൂടാ. ഒറ്റയ്ക്ക് ചോദിച്ച് ഇവിടെ വരേണ്ടതാ. ഇപ്പം വീട്ടിൽ നിന്നാലും എപ്പോഴും അമ്മയുടെ നാമം തന്നെ വന്നുകൊണ്ടിരിക്കുന്നത്. വണ്ടി ഓടിപ്പോയാലും ഞാൻ അമ്മയുടെ നാമമാണ് ജപിച്ച് പോകുന്നത്. ജോലി സ്ഥലത്ത് പോലും എനിക്ക് സമാധാനം. എനിക്ക് ശരിക്കും ശത്രുക്കളുണ്ടായിരുന്നു ജോലി സ്ഥലത്ത്. ഇപ്പൊ എനിക്ക് ശത്രുക്കളില്ല. എല്ലാവരും നല്ല. എന്നിട്ട് എല്ലാവരും പറയും ഇപ്പൊ എന്റെ മുഖത്തിന് നല്ല സന്തോഷം, ഒരു ദുഃഖം കാണുന്നില്ല. അപ്പൊ ഞാൻ എന്തോ എനിക്ക് അമ്മയുടെ നടയിൽ പോയിട്ട് വന്നതിന് ശേഷം എനിക്ക് ഇതേ കണക്ക് തന്നെ ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകണമെന്നാണ് എന്റെ ആഗ്രഹം എന്നും പറയാം. അർദ്ധനാരീശ്വര പ്രതിഷ്ഠയായ വവ്വാക്കുന്നിലെ ലക്ഷ്മിനാരായണ ക്ഷേത്രത്തിലൂടെ ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ സായുജ്യമടയുന്ന വാർത്തകളാണ് ദിവസം പ്രതി വന്നുകൊണ്ടിരിക്കുന്നത്. N7 മലയാളം ന്യൂസ്.